എല്ലാവർക്കും സമുദ്രയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോർക്കുള എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. ക്രൊയേഷ്യയുടെ തന്നെ ഒരു ഐലൻഡാണ്. കണ്ടതിന് ചെറിയൊരു ഡുബ്രോണിക് പോലെ തോന്നും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യമേ കണ്ട പോലെ തന്നെ നമ്മൾ ഐലൻഡിൻ്റെ ഒരു വ്യൂ ആണ്. നമ്മളിപ്പോൾ ബോട്ടിലാണ്, ഷിപ്പ് ആങ്കറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ടെൻഡർ ബോട്ട് എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഷിപ്പിൻ്റെ ടെൻഡർ ബോട്ടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, ഐലൻഡിൻ്റെ കടലിൽ നിന്നുള്ളൊരു പനോരമിക് വ്യൂ ആണ് കണ്ടത്. നമ്മളിപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു. നമ്മളിങ്ങനെ ചെറിയ സ്ട്രീറ്റുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇതൊരു മെഡീവിയൽ ടൈമിലുള്ളൊരു സ്ഥലമാണത്. കാരണം അത്രയും നാരോ സ്ട്രീറ്റാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കിയത്. ഇന്നത്തെ കാലത്ത് ഇത്രയും ചെറിയ വഴികളും ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകളായിട്ടൊന്നും ആരും ഉണ്ടാക്കില്ലല്ലോ. പിന്നെ അങ്ങനെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. കാരണം ഒത്തിരി വീടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതുപോലുള്ള കമാനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ദ്വീപിൻ്റെ. പിന്നെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ചെയർസും ടേബിൾസാണ് കാണുന്നത്. റെസ്റ്റോറൻറ്റിനൊന്നും പുറത്ത് ഔട്ട്ഡോർ സൗകര്യങ്ങളില്ല. അപ്പോൾ അത് ഇങ്ങനെ ഒരു രീതിയിലാണ്. പിന്നെ പല വീടുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം സ്ഥലപരിമിതി ഉണ്ടല്ലോ, ദ്വീപാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സ്ഥലപരിമിതിയുടെ ഒരു കാരണം കൂടിയാണ് ഇത്ര ചെറിയ ടേബിൾസും പൂന്തോട്ടമൊക്കെ ഉണ്ടാവാൻ. അല്ലെങ്കിൽ അത്യാവശ്യം വലിയ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ, ദ്വീപല്ലേ, അത് ആളുകൾ താമസമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കത്തീഡ്രൽ ഓഫ് സെയിൻറ്റ് മാർക്ക് എന്നാണ് പറയുന്നത്. ഒരു കത്തീഡ്രലിൻ്റെ മുമ്പിലാണ്. ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു ലാൻഡ്മാർക്കാണ്. അപ്പോൾ ഇതിനെ കോർക്കുള കത്തീഡ്രൽ എന്ന് പറയുന്നത് ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. ഇതൊരു നല്ല ടൗണിൻ്റെ സെൻട്രൽ തന്നെയായിട്ട് നിൽക്കുന്ന കാരണം ഒരു മെയിൻ അട്രാക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിനകത്തേക്ക് കയറുന്നതിന് എൻട്രൻസ് ഫീ ഉണ്ട്. നല്ലൊരു ഗോത്തിക് സ്റ്റൈലിൽ പണിതൊരു ചർച്ചാണ്. ഇതിൻ്റെ പിറകിലായിട്ട് കാണണം മ്യൂസിയം ഓഫ് മാർക്കോപോളോ എന്ന് പറയുന്നത്. മാർക്കോപോളോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകപ്രശസ്ത സഞ്ചാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കൃത്യമായൊരു ഇൻഫർമേഷൻ കിട്ടില്ല. അലീഗ്ഡ് ഹൗസ് എന്നാണ് പറയുന്നത്. ഇയാളോട് ജനിച്ചിരുന്നു, ഇയാളുടെ അലീഗ്ഡ് ബർത്ത് ഹൗസ് എന്നാണ് പറയുന്നത്. ഇവരത് ഹൗസ് ഓഫ് മാർക്കോപോളോ എന്നും പറയുന്നുണ്ട്. ഇതിന് ഒരു ഷ്യൂരിറ്റി ഇല്ല. എന്തായാലും പ്രശസ്തമായ എഴുത്തുകാരനും സഞ്ചാരിയും ജനിച്ചത് എവിടെയാണെന്നാണ് ഇവർ പറയുന്നത്. പല രേഖകളിലും പല രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഇത് മാർക്കോപോളോ ഹൗസ് എന്ന് പറഞ്ഞ രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. അത് പബ്ലിക്കിന് ഓപ്പൺ ആണ്. അതിന് പേയ്മെൻ്റ് ഉണ്ട്. അതായത് ക്രോണാണ് ഇവിടുത്തെ. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഇവിടുത്തെ കറൻസി ക്രോണാണ്. അപ്പോൾ ക്രോൺ എല്ലാവരും കരുതിയിരിക്കുക. പിന്നെ ഇത് ഞാൻ വേറൊരു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കത്തീഡ്രൽ വന്നു. അവിടെ കയറി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോന്നു. അവിടെ മൊത്തം സെമിട്രികളാണ്. ഇത് പള്ളിയുടെ അകത്ത് തന്നെ ഒത്തിരി കല്ലറകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ചെറുതായിട്ട് വേറൊരു സ്ട്രീറ്റിലൂടെ നടന്നു. ഒരു സ്ട്രീറ്റ് വ്യൂ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നടന്നു. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ്. ഇത് കാണുന്നത് ബിഷപ്സ് ട്രഷറി ഹൗസ് എന്ന് പറയുന്നത്. ബിഷപ്പ് ട്രഷറി പാലസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇത് ബിഷപ്പിൻ്റെ താമസിക്കുന്ന സ്ഥലമാണത്. അതിൻ്റെ ലൈബ്രറി, കിച്ചൺ, പിന്നെ ഒരു ട്രഷറി ഹാള്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പിന്നെ പാരിഷ് പ്രീസ്റ്റ് അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറേ അതിൻ്റെ ഒരു പാർട്ട് മ്യൂസിയം പോലെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒത്തിരി ആർട്ടിഫാക്ട്സും അങ്ങനെ ഒത്തിരി മ്യൂസിയം എന്താ പറയുക, കുറച്ച് മ്യൂസിയത്തിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചങ്ങനെയൊക്കെ ഒത്തിരി പിക്ചേഴ്സൊക്കെ കണ്ടിരുന്നു. അതും ഒരു വർത്തി വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ദ്വീപാണിത്. ഡൽമേഷ്യൻ കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വെറും 46 കിലോമീറ്റർ നീളവും 15 കിലോമീറ്റർ വീതിയും ഇത്രയുള്ളൊരു ഐലൻഡാണിത്. 46 കിലോമീറ്റർ തന്നെ ചെറുതല്ലെങ്കിലും പിന്നെ വെറും 15,000-16,000 ആളുകളാണ് ഈ ഐലൻഡിൽ താമസിക്കുന്നത്. ഈ കാണുന്ന ആളുകളെല്ലാം ടൂറിസ്റ്റുകളാണ്. ക്രൊയേഷ്യ കോവിഡ് സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രൊയേഷ്യ ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പണാണ്. അതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതല്ലാതെ
അല്ലാതെ ഇവിടുത്തെ ആളുകളുടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. 16,000 പേര് ഇത്ര ചെറിയ ഐലൻഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആ വഴികളൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര ഇടുങ്ങിയ വഴികളൊക്കെയാണ്. എന്നാലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഈ കിണറൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. ചെറിയ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ നമ്മുടെ നാട്ടിലെ കിണർ വലുതായിരിക്കും. ഇതൊരു കുഴൽ കിണറിൻ്റെ വലിപ്പമുള്ളൂ. എന്നാലും നല്ല ഭംഗിയുണ്ട് ഇതിന്. അങ്ങനെ നമ്മൾ ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ ആ ഒരു കോട്ടയുടെ അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുമ്പോഴുള്ള ഒരു കമാന രീതിയിൽ പണിത് തീർത്തിയ ഒരു വാതിലാണത്. ഇതിൻ്റെ അകം നോക്കിക്കോ. അതിൻ്റെ ഒരു ആർച്ച് മൊത്തം പണിതിരിക്കുന്നത് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടിട്ടാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ പണിത്. ഇന്നൊക്കെ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നതൊക്കെ അന്ന് അവരത് കല്ലുകൊണ്ട് അത്ര അതിവിദഗ്ധമായി പണി തീർത്തേക്കാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതിന് മുകളിലായിട്ട് ഈ കോട്ടവാതിലിന് മുകളിലായിട്ടൊരു കൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അപ്പുറ സൈഡിൽ നമുക്ക് കണ്ടിരുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പാണ്. ഇതൊരു നല്ലൊരു ഭംഗിയാണ്. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പതുക്കെ വരുമ്പോഴാണ് ഒരു നല്ലൊരു ഫൗണ്ടൻ കണ്ടു. ഈ ഫൗണ്ടൻ എന്നെ നന്നായിട്ട് ആകർഷിച്ചു. ചെറിയൊരു ഫൗണ്ടൻ. അത് ബ്രാസിൽ ചെയ്തിരിക്കുന്നതാണ്. കാരണം അത് തന്നെ അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു അത് എന്താണ് ഒരു ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു ഇതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അത് ഇതിൻ്റെ സൈഡിൽ നല്ല ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇന്നത്തെ ചെറിയ കോട്ടകളും ചെറിയൊരു നഗരമൊക്കെ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വളരെ ചെറിയൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ല 16,000 ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അടുത്തൊരു നഗരത്തിൻ്റെ വിശേഷമാണ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.